പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ ധ്യാന പഠന വിഷയമാക്കാം. 17-ാം അധ്യായത്തിൽ നാം കാണുന്നത് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നതാണ്. പൗലോസ് വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ച് തെസലോനിക്കായിലെത്തി. അവിടെ യഹൂദരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. പതിവനുസരിച്ച് പൗലോസ് അവിടെ ചെന്ന് 3 സാബത്ത് ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. യേശു ക്രിസ്തുവാണെന്നും ക്രിസ്തു പീഡനം സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നുവെന്നും അവൻ വിശദീകരിക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ ഉദ്ധരിച്ച് അത് തെളിയിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്നാണ്. അവരിൽ ചിലർക്ക് ബോധ്യം വന്നു. അവർ പൗലോസിന്റെയും സീലാസിന്റെയും കൂടെ ചേർന്നു, അതായത് വിശ്വാസം സ്വീകരിച്ചു. ദൈവഭക്തരായ അനേകം ഗ്രീക്കുകാരും നിരവധി കുലീന വനിതകളും അപ്രകാരം ചെയ്തു. എന്നാൽ യഹൂദ നേതൃത്വം അസൂയപ്പെട്ട് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടിട്ട് ചില നീചന്മാരെ ഒരുമിച്ച് കൂട്ടി നഗരത്തിലെ ജനത്തെ ഇളക്കി വിട്ടു. അവർ ജാസന്റെ ഭവനത്തിൽ തള്ളിക്കയറുകയും അപ്പസ്തോലന്മാരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അപ്പസ്തോലന്മാരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു, ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ഇവർ പലയിടങ്ങളിൽ പോയി പ്രസംഗിച്ച് ലോകത്തെ തലകീഴ് മറിക്കുകയാണ്. ജാസൻ ഇവർക്ക് ആതിഥ്യം നൽകി. യേശുവെന്ന മറ്റൊരു രാജാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സീസറിന്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇത് കേട്ട് നഗരാധിപന്മാരും ജനക്കൂട്ടവും അസ്വസ്ഥരായി. അവർ ജാസനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും അവിടെ നിന്ന് ബെറോയായിലേക്ക് അയച്ചു. അവർ അവിടെ എത്തി. അവിടെയും യഹൂദരുടെ സിനഗോഗുകളിലേക്ക് പോയി അവിടെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. 11-ാം വാക്യത്തിൽ പറയുന്നു, ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം അവർ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ബെറോയായിലെ ബഹുമാന്യരായ പല വ്യക്തികളും ഗ്രീക്കുകാരും സ്ത്രീകളും സുവിശേഷം സ്വീകരിച്ചു. ഇതറിഞ്ഞപ്പോൾ തെസലോനിക്കാർ ബെറോയായിൽ പൗലോസ് പ്രസംഗിക്കുന്നു എന്ന് കേട്ട് അവിടെ എത്തി. അവർ അവിടെയും എത്തി ജനങ്ങളെ പ്രകോപിപ്പിച്ചു, ജനങ്ങളെ ഇളക്കിവിട്ടു. ഉടൻ തന്നെ സഹോദരൻ പൗലോസിന് കടൽ തീരം വരെ ചെന്നെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് പൗലോസിനെ യാത്രയാക്കി. ജനങ്ങൾ പൗലോസിനെ കടൽ തീരം വരെ ചെന്നെത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു. സീലാസും തിമോത്തിയോസും കഴിയുന്നതും വേഗം തന്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന് സന്ദേശവും കൊടുത്തയച്ചു. പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പൗലോസ് കണ്ടു. 16-ാം വാക്യത്തിൽ പറയുന്നു, പൗലോസിന് ഇത് കണ്ട് മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. അതിനാൽ സിനഗോഗുകളിൽ വെച്ച് യഹൂദന്മാരും മറ്റു ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ വാദപ്രതിവാദങ്ങൾ നടത്തി. ചില എപ്പിക്കൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു. എപ്പിക്കൂരിയൻ ചിന്താഗതി തിന്നു കുടിച്ച് ഉല്ലസിക്കുക, ഈ ലോകത്ത് വെച്ച് സന്തോഷിക്കുക. സ്റ്റോയിക് ചിന്തകര് പറയുന്നത് മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതാണ് പ്രധാനം, യുക്തിയാണ് പ്രധാനം. വികാരങ്ങളെ നിയന്ത്രിക്കുക, യുക്തിപൂർവം ചിന്തിച്ച് വികാരങ്ങളെ നിയന്ത്രിച്ച് സന്തോഷം കണ്ടെത്താം. ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചോ അംഗീകരിക്കുന്നില്ല. മതപരമായ അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് അവരുടെ ചിന്താഗതി. എപ്പിക്യൂരിയൻ ചിന്താഗതിക്കാരും സ്റ്റോയിക് ചിന്തകരും തമ്മിൽ
പൗലോസ് തർക്കിച്ചു. ചിലർ പറഞ്ഞു, ഈ വിഡ്ഢി എന്ത് പറയാനാണ് ഭാവിക്കുന്നത്? ഇവൻ വിദേശ ദേവതകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നു. യേശുവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവനേതോ വിദേശ ദേവന്മാരുടെ പ്രചാരകനാണ്. അവർ അവനെ പിടിച്ച് അരയോപ്പഗസിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു, നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത്. ഇവയുടെ അർത്ഥമെന്തെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനും അല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. പൗലോസ് പറയുന്ന പുതിയ കാര്യങ്ങൾ കേട്ടപ്പോൾ, എന്നാൽ ഇത് കേൾക്കണം. അവരെപ്പോഴും ഇങ്ങനെയാണ്, പുതിയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അതിന് മാത്രമേ അവർക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. 22 മുതലുള്ള വാക്യങ്ങൾ പൗലോസിന്റെ അരിയോപ്പഗസിലെ പ്രസംഗം. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഈ പൗലോസിന്റെ അരിയോപ്പഗസ് പ്രസംഗം. പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി പൗലോസ് എടുക്കുന്ന സമീപന രീതി ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം. വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രസംഗമാണ്. മിഷണറിമാരുടെ ഇടയിൽ വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രസംഗമാണ്. പൗലോസ് ഇവിടെ എടുത്തേക്കുന്ന ശൈലികളാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്. പൗലോസിന്റെ പ്രസംഗം നമുക്കൊന്ന് ശ്രവിക്കാം. 17-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. അരയോപ്പഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു: ആഥൻസ് നിവാസികളെ, എല്ലാ വിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ ഇതിലേക്ക് കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവനെന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അരിയോപ്പഗസില് വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിന്റെ മനസ്സ് ശോഭിച്ചെന്നാണ്. പക്ഷെ 22 മുതലുള്ള വാക്യങ്ങളിലോ അരിയോപ്പഗസുകാരെ പ്രശംസിച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ വലിയ മതനിഷ്ഠയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. ഒപ്പം അവരുടെ ഒരു ബലിപീഠത്തിൽ അജ്ഞാത ദേവന് എന്നെഴുതിയേക്കുന്നത് പൗലോസ് കണ്ടു. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാത ദേവനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യ നിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യ കരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. ദൈവമാണ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്നത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. മനുഷ്യൻ തലമുറയായി പല തലമുറകളായി ഓരോ സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിലായി ദൈവം അവർക്ക് ജന്മം നൽകി അവരെ പാർപ്പിച്ചു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കവികൾ പറഞ്ഞതും എടുത്തു പറഞ്ഞുകൊണ്ട് പൗലോസ് സ്ഥിരീകരിക്കുകയാണ് തന്റെ പ്രബോധനത്തെ. നാം ദൈവത്തിന്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. പണ്ട് നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കുകയില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി, അതായത് യേശുക്രിസ്തു വഴി, ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു.
താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കുന്നതിന് അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ആ മനുഷ്യൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകി. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി കേട്ടപ്പോൾ ചിലർ പൗലോസിനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് ഞങ്ങൾ പിന്നെ കേട്ടോളാം നിന്നിൽ നിന്ന്. അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു. അരിയോപ്പഗസുകാരൻ ഡയനീഷ്യസും ദമാറിസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും വിശ്വാസം സ്വീകരിച്ചവരും പെട്ടവരാണ്. 18-ാം അധ്യായം. പൗലോസ് ആഥൻസ് വിട്ട് കൊറിന്തിയോസിലേക്ക് പോവുകയാണ്. കൊറിന്തിയോസിലെത്തിയപ്പോൾ അക്വില എന്നു പേരായ ഒരു യഹൂദനെ കണ്ടുമുട്ടി. അവൻ തന്റെ ഭാര്യയായ പ്രിസ്കില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസിന്റെ കൽപ്പനയുണ്ടായി. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരോടുകൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു. പൗലോസ് കൂടാരപ്പണിയാണ് ചെയ്തിരുന്നത്. അക്വിലാസും അതുപോലെ കൂടാരപ്പണിയാണ് ചെയ്തത്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടാരപ്പണി ചെയ്തു. എല്ലാ സാപത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിൽ ഏർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. യേശുവിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. സീലാസും തീമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ്. സീലാസും തീമോത്തിയോസും തിരിച്ചെത്തി. അപ്പോൾ പൗലോസ് യേശുവാണ് ക്രിസ്തു എന്ന് ബോധ്യം വരുത്താൻ, ജനത്തിന് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. യഹൂദർ പ്രതീക്ഷിച്ചിരിക്കുന്ന മിശിഹ അഥവാ ക്രിസ്തു യേശു തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പൗലോസ്. ആ ബോധ്യം ജനങ്ങളിലെല്ലാം ജനിപ്പിക്കാനാണ് പൗലോസ് ശ്രമിക്കുന്നത്. യഹൂദരിൽ ചിലർ ഇവിടെയും പൗലോസിനെ എതിർക്കുകയും ദൂഷണം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ പൗലോസ് അവിടെ നിന്ന് വിജാതിയരുടെ പക്കലേക്ക് പോയി. അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട്, 6-ാം വാക്യം, അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ. ഞാൻ നിരപരാധിയാണ്. ഇനി ഞാൻ വിജാതിയരുടെ അടുക്കലേക്ക് പോകുന്നു. അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് യുസ്തോസ് എന്നൊരുവന്റെ വീട്ടിലേക്ക് പോയി. സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവന്റെ വീട്. സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തിയോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. ഗാലിയോ അക്കായിയായിൽ ഉപസ്ഥാനപതിയായിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരാക്രമണം നടത്തി. അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാലിയോ യഹൂദരോട് പറഞ്ഞു, യഹൂദരുടെ വല്ല കുറ്റകൃത്യത്തിന്റെയോ ഗുരുതരമായ പാതകത്തിന്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളുക. ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല. അവൻ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി. അവരെല്ലാവരും ഒന്നു ചേർന്ന് സിനഗോഗ് അധികാരിയായ സോസ്തനേസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു. എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല. അപ്പൊ സിനഗോഗിൽ പ്രസംഗിക്കാൻ പൗലോസിനെ അനുവദിച്ചതുകൊണ്ടാണ് സിനഗോഗ് അധികാരിയെ അടിച്ചത്. പൗലോസ് കുറെ നാൾ കൂടെ അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ്
സിറിയയിലേക്ക് കപ്പൽ കയറി. പ്രിസ്കില്ലായും അക്വിലായും അവന്റെ കൂടെ പോയി. അവർ എഫേസോസിൽ എത്തിച്ചേർന്നു. പൗലോസിനെ ഇത്രത്തോളം എതിർക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും പൗലോസ് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. അവൻ വീണ്ടും യഹൂദരോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്രിസ്തു യേശു തന്നെയാണ് എന്ന് സ്ഥാപിക്കുവാൻ. 20-ാം വാക്യത്തിൽ പറയുന്നു, കുറെ നാൾ കൂടെ തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല. ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങി. എഫേസോസിൽ നിന്ന് കപ്പൽ കയറി കെസേറിയയിലെത്തി. അവിടുത്തെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്യയിലേക്ക് പോയി. കുറെ കാലം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്യ, ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് യഹൂദരോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും യേശു തന്നെയാണ് ക്രിസ്തു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും വിശ്വാസം സ്വീകരിച്ചവർക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്തുകൊണ്ട് പൗലോസ് കടന്നുപോയി. 24 മുതലുള്ള വാക്യങ്ങൾ. ആ ഇടയ്ക്ക് അപ്പോളോസ് എന്നു പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസോസിൽ വന്നു. അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവന് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിന്റെ ഉണർവോടെ തെറ്റുകൂടാതെ അവൻ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ കുറിച്ച് കേട്ട കാര്യങ്ങൾ പഠിച്ച് തെറ്റുകൂടാതെ പഠിപ്പിക്കുകയാണ്. അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിസ്കില്ലായും അക്വിലായും അവന്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. പൗലോസിന്റെ കൂടെ നടന്ന് അക്വിലായ്ക്കും പ്രിസ്കില്ലായ്ക്കും കൂടുതൽ അറിവും ബോധ്യവും ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വിശ്വാസികളായവർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുത്തു കൊടുത്തു വിടുകയും ചെയ്തു. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു. എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു. 19-ാം അധ്യായം. പൗലോസ് എഫേസോസിലെത്തുന്നു. അപ്പോളോസ് കൊറിന്ഥിയോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല. പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അപ്പോളോസ് യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാന്റെ സ്നാനമാണ് ഈ ജനത്തിന് നൽകിയത്. അപ്പസ്തോലനല്ലോ അവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാൻ അവരെ സഹായിച്ചു. പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ അപ്പോളോസിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ ഈ ജനത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. എഫേസോസിൽ എത്തിയപ്പോൾ അവിടെ വിശ്വാസം സ്വീകരിച്ചവരെ കണ്ടു. പക്ഷെ അവര് സ്വീകരിച്ചത് യോഹന്നാന്റെ സ്നാനമാണ്. യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് കൊടുത്തത്. അനുതപിച്ച് യേശുവിലേക്ക് തിരിയാൻ. ഇനി അടുത്തെന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. അങ്ങനെ അവർ പൗലോസിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. 7 മുതലുള്ള വാക്യങ്ങൾ. അവർ ഏകദേശം 12 പേരുണ്ടായിരുന്നു. 12 പേരോളം യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പൗലോസിന്റെ കൈവപ്പിലൂടെ
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. പൗലോസ് സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന്റെ മുമ്പിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി തിറാനോസിന്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു പോന്നു. ഇത് 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിന്റെ വചനം കേട്ടു. പൗലോസ് 2 വർഷത്തോളം അവിടെ താമസിച്ചു. അങ്ങനെ ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിന്റെ വചനം കേട്ടു. 11 മുതലുള്ള വാക്യങ്ങൾ. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പൗലോസിന്റെ തൂവാലയും വസ്ത്രങ്ങളും രോഗികളുടെ മേൽ സ്പർശിച്ചപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടി. മാത്രമല്ല, അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. അവർ നേരത്തെ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്ന ജോലിയിലായിരുന്നു. ഇപ്പോൾ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫേസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരും എല്ലാവരും ഈ വിവരം അറിഞ്ഞു. ഇതറിഞ്ഞവർ ഭയപ്പെട്ടു. കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് അനുതപിച്ച് പാപം ഏറ്റുപറഞ്ഞു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് മക്കദോനിയ, അക്കായിയ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണം എന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ തന്റെ സഹായികളിൽ 2 പേരായ തിമോത്തിയോസിനെയും എറാസ്തുസിനെയും മക്കദോനിയയിലേക്ക് അയച്ചിട്ട് കുറെ നാൾ ഏഷ്യയിൽ താമസിച്ചു. ആയിടെ ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി. അർത്തേമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ വെള്ളി മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരനായ ദെമേത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊടുത്തു പോന്നു. ഇവരെയും ഇതേ തൊഴിൽ ഏർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി പൗലോസ് പറഞ്ഞു: മാന്യരെ, നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളെ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫേസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന പണിയിൽ നിന്ന് വിഗ്രഹ പണിക്കാരെ പിന്തിരിപ്പിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ തൊഴിൽ അവർ അപഹാസ്യമാക്കി കാണിക്കുകയും ഈ തൊഴിലിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. അതുവഴി മഹാദേവതയായ അർത്തേമീസിന്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ കോപാക്രാന്തരായി. അവർ വിളിച്ചു പറഞ്ഞു: എഫേസോസുകാരുടെ അർത്തേമീസ് മഹോന്നതയാണ്. നഗരത്തിൽ മുഴുവൻ ബഹളമായി. അവരെല്ലാവരും കൂടി പൗലോസിന്റെ സഹയാത്രികരും വലിച്ചിഴച്ചുകൊണ്ട് പൊതുമണ്ഡപത്തിലേക്ക് തള്ളിക്കയറി. ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും
ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല. അവരെല്ലാവരും എഫേസോസുകാരുടെ അർതെമിയോസ് മഹോന്നതയാണ് എന്ന് ആർത്തു വിളിച്ചു. 2 മണിക്കൂറോളം ഇത് തുടർന്നു. നഗര അധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയ ശേഷം പറഞ്ഞു, എഫേസോസുകാരെ, എഫേസോസ് നഗരി മഹാദേവതയായ അർതെമിസിന്റെയും അവളുടെ ആകാശത്തു നിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിന്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ വസ്തുക്കൾ അനിക്ഷേപ്യങ്ങളാകയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം. ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല. അതിനാൽ കലാപമുണ്ടാക്കിയെന്ന് നമ്മുടെ മേൽ ആരോപിക്കുക എന്ന അപകടവുമുണ്ട്. അതുകൊണ്ട് ജനക്കൂട്ടത്തെ ഇത് പറഞ്ഞ് അവൻ തിരിച്ചയച്ചു. 20-ാം അധ്യായം. ബഹളം ശ്രമിച്ചപ്പോൾ പൗലോസ് ശിഷ്യരെ വിളിച്ചുകൂട്ടി ഉപദേശിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് മക്കെദോനിയയിലേക്ക് പോയി. ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയിട്ട് ഗ്രീസിലെത്തി. സിറിയയിലേക്ക് കപ്പൽ കയറാൻ തയ്യാറായിരിക്കുമ്പോൾ യഹൂദന്മാർ അവനെതിരായി ഗൂഢാലോചന നടത്തി. അതിനാൽ മക്കെദോനിയയിലൂടെ തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു. ഏതാനും പേർ പൗലോസിനോടൊപ്പം പോയി. അവർ മുംബൈ പോയി പൗലോസിനെയും ശീലാസിനെയും കാത്തിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം ഫിലിപ്പിയിൽ നിന്ന് സമുദ്രയാത്ര ചെയ്ത് 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുത്തെത്തി. അവിടെ 7 ദിവസം താമസിച്ചു. പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു. യൗത്തിക്കോസ് എന്ന പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഢനിദ്രയിലാണ്ടു. നിദ്രാധീനനായി അവൻ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു. അവനെ ചെന്നെടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അനന്തരം അവൻ അവിടം വിട്ടുപോയി. അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി. പൗലോസും കൂട്ടരും അവിടെ നിന്ന് ആസോസിലേക്ക് കപ്പൽ കയറി. സാധിക്കുമെങ്കിൽ പെന്തക്കോസ്താ ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടുക്കമായിരുന്നു. എഫേസോസിൽ നിന്ന് അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചില്ല. പൊതുസ്ഥലത്ത് വച്ചും വീടുതോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവ് മാർഗനിർദ്ദേശം നൽകുന്നതനുസരിച്ച്, നിർബന്ധിക്കുന്നതനുസരിച്ചാണ് പൗലോസ് യാത്ര ചെയ്തിരുന്നത്. ഓരോ സ്ഥലത്തും ഒരു സ്ഥലത്ത് പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യേശുവിനോടുള്ള പൗലോസിന്റെ പ്രതിബദ്ധതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 25 മുതലുള്ള വാക്യങ്ങൾ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ, ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എന്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച്
തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എന്റെയും എന്നോടുകൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് ഞാൻ അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു. ഇനിമേൽ അവർ അവന്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത്. അനന്തരം അവർ കപ്പലിന്റെ അടുത്തുവരെ അവനെ അനുയാത്ര ചെയ്തു. ജെറുസലേമിലേക്കുള്ള യാത്ര മരണത്തിലേക്കുള്ള യാത്ര. പൗലോസ് അത് തിരിച്ചറിഞ്ഞിരുന്നു. തന്റെ ഗുരുവും നാഥനുമായ യേശുവിനെ പോലെ തന്നെ യേശുവിന്റെ സുവിശേഷത്തെ പ്രതി ജീവൻ അർപ്പിക്കാൻ പൗലോസ് തയ്യാറായി. തീഷ്ണതയോടുകൂടെ ഒരിക്കലും പിന്തിരിയാതെ സധൈര്യം സുവിശേഷത്തിന് സാക്ഷ്യം നൽകി. പൗലോസ് ശ്ലീഹായുടെ ഈ പ്രേഷിത തീഷ്ണത നമുക്കും സ്വന്തമാക്കാം. പീഡനങ്ങൾ വകവയ്ക്കാതെ യേശുവിനോടുള്ള വിശ്വസ്തത മൂലം അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുവാനും നമുക്ക് കൈവന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കാനും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സഹോദരങ്ങളെയും കൂടെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതിനു വേണ്ടി സഹായിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം സകലരുടെയും ഇടയിൽ പ്രഘോഷിക്കപ്പെടാൻ ഇടയാകണം. ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു പൗലോസായി നമുക്ക് സുവിശേഷത്തിന് സാക്ഷ്യം നൽകാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.